ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019-2020 സമയത്തൊക്കെ ക്രിപ്റ്റോ സ്പേസിൽ വന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് എന്നെ പോലെ ഒരുപാട് പേര് പറയുന്ന ടോക്കൺസ് ഒക്കെ വാങ്ങി നല്ല രീതിയിൽ ഡൗൺ ആയി. ഇപ്പം അത് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് അതൊന്നും നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കി ലക്ഷപ്രഭു ആവാം എന്ന് കരുതിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ഷപ്രഭു ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പറയുന്നത് സങ്കടമാണ്, പക്ഷെ അതുള്ളൊരു ഫാക്റ്റാണ്. കാരണം കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ക്രിപ്റ്റോ സ്പേസിൽ എപ്പോഴും ഓരോരോ ടെക്നോളജി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റോ സ്പേസ് എന്നല്ല, ലോകത്ത് തന്നെ ഓരോ ദിവസം ഓരോ ഡെവലപ്മെന്റും ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ബുൾ സൈക്കിളിൽ ആ ഒരു ടോക്കൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞ് അന്നത്തെ ഇതിനനുസരിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസും ഒരുപാട്, ഞാനല്ല എല്ലാവരും, ഞാനും ഇൻക്ലൂഡഡ് ആണ്, ഒരുപാട് പേര് ആ ടോക്കണെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പം ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 50, 60, 70% നഷ്ടം വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇപ്പം മാർക്കറ്റ് ഒന്ന് സൈക്കിളും എല്ലാം കയറിയപ്പം ചില ടോക്കൺസ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവും, ചിലത് നമ്മുടെ നഷ്ടം നികത്തിയിട്ടുണ്ടാവും. അപ്പം ഇനി അതന്നെ ഹോൾഡ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ ഇനി അടുത്തത് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യാൻ പോവാണ്, അടുത്ത ബിറ്റ് കോയിൻ ആണ് എന്നുള്ള പ്രതീക്ഷയിലൊക്കെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അത് മാറ്റാം. ബിറ്റ് കോയിൻ ഒന്നേ ഉള്ളൂ. ഏത് ടോക്കണും ബിറ്റ് കോയിൻ പോലെ ആകും എന്ന് പറയുന്നത് വളരെ 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 ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആദ്യം നിങ്ങൾ ഓൾട്ട് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടാവണം. എക്സിറ്റ് സ്ട്രാറ്റജി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഇത്ര ശതമാനം, ഇത്ര രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഈ പൈസ എനിക്ക് ഇത്ര ആയി കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് അടിക്കും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ഒരു 70-80% അതിന് എടുക്കുക. ബാക്കിയുള്ള നിങ്ങളവിടെ വെച്ചാൽ മതി. ഒരു 10 ബിറ്റ് കോയിൻ പണ്ട് വാങ്ങിയിരുന്ന ആള് ഒരു കുറച്ച് പൈസ ആയിട്ട് അത് 6-7 ബിറ്റ് കോയിൻ വെച്ച് 3 ബിറ്റ് കോയിൻ ഉണ്ടെങ്കിലും ഇപ്പൊ അവർക്ക് പ്രോഫിറ്റബിൾ ആണ്, കണ്ടില്ലേ? സോ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണേ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, എല്ലാ ഓൾട്ട് കോയിനിലും ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്തത്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ ഒരു എക്സ്ചേഞ്ചിൽ ഉണ്ടാവുന്ന ടോക്കണേക്കാളും കൂടുതലുണ്ടാവും. കാരണം 10-20-30 ടോക്കൺസ് ഒക്കെ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും, എല്ലാം $10-20-30. സോ അതാദ്യം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ബിലീഫ് ഉള്ള 4-5-6 ടോക്കൺ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം 10-30 ടോക്കണിൽ നിങ്ങൾ ഒരുപാട് 10-5-20 അങ്ങനത്തെ ചെറിയ ചെറിയ ഡോളർ ഇടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും നിങ്ങൾക്ക് കുറവായിരിക്കും. മീൻസ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു 5-6 ടോക്കൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലോസ്ലി വാച്ച് ചെയ്യാനും, ചില ടോക്കൺസിനെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ആ ടോക്കണിന്റെ അപ്ഡേറ്റ് ചെയ്യുന്ന, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ടോക്കണെ കുറിച്ച് ആരാണ് കൂടുതൽ വീഡിയോ ചെയ്യുന്നത് അവരെ ഫോളോ ചെയ്യുക. സോ അതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ് പറയാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ഇരുന്ന DC ആണെങ്കിലും പൈസ ആണെങ്കിലും നമുക്ക് അതിന് റിട്ടേൺസ് ഇൻക്രീസ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. അല്ലാണ്ട് $5, $10 ഒക്കെ ഇടുന്നേക്കാട്ടിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ഓപ്ഷൻ ഇതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതാദ്യം നിങ്ങൾ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 2020 ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കൺ ഇനി കയറിയിട്ട് കോടീശ്വരനാവാം, ലക്ഷപ്രഭു ആവാന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാൻ. കാരണം ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ വെച്ച് 2013, 14, 15 അങ്ങനെ തുടങ്ങിയ എല്ലാ വർഷത്തിലും ടോപ്പ് 10-ലും ടോപ്പ് 20-ലുള്ള ഒരൊറ്റ ടോക്കണും പിന്നീട് ചിലപ്പോൾ ഉണ്ടായിട്ട് പോലുമില്ല. വളരെ കുറച്ച് ടോക്കൺസ് ടോപ്പ് 20, ടോപ്പ് 30 ഉള്ള 5-10 ടോക്കൺ മാക്സിമം ഉണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ ഉണ്ട് എന്ന് പറയാം. അതിനകത്ത് ടോപ്പ് 5-ലോ ടോപ്പ് 6-ലൊന്നും വരുന്ന ഒരു ടോക്കണും ഈ ചിലപ്പം നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനത്തെ ടോക്കൺസ് ഒക്കെയാണ്. സോ ഓരോ ബുൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ബിയർ മാർക്കറ്റ് കഴിഞ്ഞ് ബുൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴും അതിൻ്റെതായ സ്ട്രാറ്റജീസും അതിൻ്റെതായ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും അതിൻ്റെതായ നീഷ അല്ലെങ്കിൽ നെറേറ്റീവ് ഏതെങ്കിലും ഒരു, ഇപ്പം നമ്മൾ 2020 നോക്കുമ്പോൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇപ്പം 2024 പറഞ്ഞ സംഭവം ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ബുൾ സൈക്കിൾ വരുമ്പോൾ ചിലപ്പോൾ ഈ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ടെക്നോളജി വരും. സോ അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ടോക്കൺസ് ആയിരിക്കും ഇമ്പ്രൂവ് ആവുക. അപ്പൊ നമ്മൾ ഈ 2020 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കൺ ഇപ്പോഴും ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് കിട്ടും, നല്ല രീതിയിൽ ലക്ഷപ്രഭു ആക്കാൻ കഴിയുള്ള ടോക്കൺസ് ആണ് എന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്തിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ പറഞ്ഞ പണ്ട് ചൊല്ലുണ്ടല്ലോ, നാട് ഒഴുകുമ്പോൾ നടുവ് ഓടണം, അങ്ങനെയൊക്കെ പറയില്ല. അതുപോലെ ട്രെൻഡിനനുസരിച്ച് നമ്മുടെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. ഇപ്പം പഴയ ടെക്നോളജി നന്നല്ല എന്നല്ല, അതിനകത്തുള്ള ടെക്നോളജിയിൽ ഇപ്പോഴും സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അല്ലാത്ത ടോക്കൺ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെൽ അടിക്കാം. മൊത്തം അല്ലെങ്കിൽ കുറച്ചേരി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് വലിയ എമൗണ്ട് ഇപ്പുറത്ത് പുതിയ നേരിട്ടിൽ ഇടാൻ പറ്റും. സോ അത് എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്നുള്ളത് ഞാൻ ചുമ്മാ തള്ളിയതല്ല. കോയിൻ മാർക്കറ്റ് ക്യാപ്പിന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ എന്റെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. പല ടോക്കൺസ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല, കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനത്തെ ടോക്കൺസ് ഒക്കെയാണ് ആദ്യത്തെ ടോപ്പ് 10-ലൊക്കെ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ഓൾ സീസൺ സ്റ്റാർട്ട് ആവുകയാണ്, എല്ലാവരും വലിയ സ്വപ്നങ്ങൾ കണ്ടുപിടിക്കുന്ന സമയമാണ്. സോ ആ സമയത്ത് ഇപ്പോഴും നല്ല രീതിയിലൊരു റാലി നമുക്ക് ചില ടോക്കൺസിൽ കാണാൻ പറ്റുന്നെങ്കിൽ ചില ടോക്കൺസ് ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. സോ അത് നമ്മൾ മിസ്സാക്കരുത്. ഇനി 2-3 മാസം കഴിഞ്ഞ് ചിലപ്പോൾ മേ ബി ഒരു ആൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ആലോചിക്കുക, അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല. സോ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഞാൻ ആ സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ചുമ്മാ തള്ളിയതല്ല എന്നുള്ളത്. അത് നേരെ സ്ക്രീൻ റെക്കോർഡിംഗിൽ നോക്കിയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് ഇന്നത്തെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിന്റെ പേജ് ആണ്. നിങ്ങൾക്ക് കാണാം ഏകദേശം 2.4 മില്യൺ ക്രിപ്റ്റോസ് ഉണ്ട്, ഏകദേശം 3.3 ട്രില്യൺ ക്യാപ്പ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് തന്നെ ടോപ്പ് 20, ടോപ്പ് 50 കോയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പല ടോക്കൺസും നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടോപ്പ് 50 കോയിൻസിലാണ് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ടോക്കൺ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ തരും എന്നുള്ള ഒരു ഹോപ്പിലാണ് നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് കാണിക്കാനുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഈ ടോപ്പ് റാങ്കിങ് ഉള്ള ടോക്കൺ അല്ല, അതിന്റെ യൂട്ടിലിറ്റി ഉള്ള ടോക്കൺ ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അത് നിങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് ഓക്കെ പുതിയ ഒരാളാണെങ്കിൽ ഓക്കെ ടോപ്പ് 20 കോയിൻ ആണെങ്കിൽ എന്തായാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഇതിനകത്ത് ഏതെങ്കിലും നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാരണം ഇവിടെ ഒരു പേജ് ഉണ്ട്, ഇവല്യൂഷൻ ഓഫ് ടോപ്പ് 10 കോയിൻസ് ഇൻ മാർക്കറ്റ് ക്യാപ് 2013 മുതൽ 2023 വരെയുള്ള ഡാറ്റാസ് ആണ്. സോ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം 2013 നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഒരു 10 കോയിൻസിൽ എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് നോക്ക്. ഡേവ് കോയിൻ, ടെറ കോയിൻ, പ്രൈം കോയിൻ, നെയിം കോയിൻ, BP കോയിൻ, ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആകെ ബിറ്റ് കോയിൻ, XXX, ലൈറ്റ് കോയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അത് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. ഇപ്പോഴും അതൊരു ടോപ്പ് 20 ടോപ്പ് 50 വരുന്ന ഒരു ടോക്കൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് നല്ലതാണെന്നല്ല, ലൈക്ക് ഓരോ സൈക്കിളിലും ഇതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞങ്ങൾ ആ സമയത്ത് ടോപ്പ് 10 റാങ്കിലുള്ള കോയിനാണ് വേണ്ടി ഈ ഒരു ഫെദർ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ പ്രൈസ് എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ 2013 കഴിഞ്ഞ് 2016 പോകുമ്പോൾ ബിറ്റ് കോയിൻ 2013 ബിറ്റ് കോയിന്റെ പ്രൈസ് എത്രയായിരുന്നു? $106 ആയിരുന്നു. 2016 ആയപ്പോഴേക്കും ബിറ്റ് കോയിന്റെ പ്രൈസ് 450 ആയി. സോ ഏകദേശം 4x കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് നോക്കുക, ആ സമയത്ത് ബിറ്റ് കോയിൻ, എത്തീരിയം വന്നു. അതിന് മുമ്പ് എത്തീരിയം ഇല്ല. ഈ ഒരു എത്തീരിയം പെട്ടെന്ന് ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വരാൻ കാരണം ഇപ്പൊ ഇവിടെയുള്ള ഏതൊരു ടോക്കണും അല്ല, ഇതിനകത്തുള്ള ഒരു ടോക്കണും അല്ല എത്തീരിയം. പക്ഷെ 3 വർഷത്തിനുള്ളിൽ എത്തീരിയം സെക്കൻഡ് റാങ്കിലേക്ക് വന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ യൂട്ടിലിറ്റിയും അതിൻ്റെതായ കാര്യങ്ങളും അതിൻ്റെതായ സ്മാർട്ട് കോൺട്രാക്ട് ഡെവലപ്മെന്റും ഇതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് എത്തീരിയം ജമ്പായി പോയി. ഇനിയിപ്പം അടുത്തൊരു സൈക്കിൾ ആകുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ കാണുന്ന കറന്റ് മാർക്കറ്റ് ക്യാപ്പിൽ ഇപ്പൊ നിങ്ങൾ കാണാൻ ചിലപ്പം ബിറ്റ് കോയിൻ, എത്തീരിയം, ടെതർ, സൊലാനയൊക്കെ ആയിരിക്കും. മേ ബി സൊലാന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോക്കണെ ഓവർകം ചെയ്തിട്ട് വരുന്ന വേറെ ഏതെങ്കിലും ഇപ്പൊ AI റിലേറ്റഡ്, എനിക്കറിയില്ല AI എത്രത്തോളം ട്രെൻഡിങ് ആവുന്നു. പക്ഷേ AI ഏതെങ്കിലും നല്ല രീതിയിൽ യൂട്ടിലിറ്റി ടോക്കൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു 4 വർഷത്തിനുള്ളിൽ ഈ റാങ്കിങ് എല്ലാം മാറി ആ ഒരു ടോക്കൺ ആയിരിക്കും മുന്നിൽ വരുന്നുണ്ടാവുക. മീൻസ് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ടാവും, ഏതെങ്കിലും ഇതിന്റെ റാങ്കിങ് എല്ലാം ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നത് അതിന്റെ പ്രൈസ് വാല്യൂ ഇമ്പ്രൂവ് ആവുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അന്ന് സൊളാന ഇപ്പം ഈ സമയത്ത് ഇപ്പൊ സെക്കൻഡ് റാങ്കിങ് ഉള്ള ടോക്കൺ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ലൈറ്റ് കോയിനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. അന്ന് ലൈറ്റ് കോയിന്റെ പ്രൈസ് $10 ആണ്. അപ്പൊ നിങ്ങൾ അന്ന് ലൈറ്റ് കോയിൻ ആണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് കോയിൻ സെക്കൻഡ് റാങ്ക് ആണ്, സെറ്റ് സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 2019 ആകുമ്പോഴേക്ക് ലൈറ്റ് കോയിൻ ഉണ്ടോ റാങ്കിങ് വീട്ടിലും കിടക്കുന്നില്ല. 2019 ലിസ്റ്റിലേ ഇല്ല ലൈറ്റ് കോയിൻ എന്ന് പറഞ്ഞ സാധനം. ഉണ്ട്, 5ാമതുണ്ട്. അന്നും $100 ആണ്. അത് 5 വർഷത്തിനുള്ളിൽ ഒരു 10x കിട്ടിയാൽ കിട്ടിയെന്നുള്ള വലിയ. 2024 ആയപ്പോഴോ നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് ക്യാപ്പിൽ ലൈറ്റ് കോയിൻ റാങ്ക് എത്ര കിടക്കണേ? ലൈറ്റ് കോയിൻ വെർ ഈസ് ലൈറ്റ് കോയിൻ കാണാനേ ഇല്ലല്ലോ. ലൈറ്റ് കോയിൻ 23, ഇപ്പോഴും പ്രൈസ് എത്ര? 95 ആണ്. 5 വർഷമായിട്ടും അതേ പ്രൈസ് തന്നെയാണ്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. കാരണം കുറെ കാലങ്ങളായിട്ട് ലൈറ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വലിയ പ്രോഫിറ്റബിൾ ആണ്, നമുക്ക് ഒരു സംഭവം കിട്ടുന്നില്ല. കാരണം അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ടെക്നോളജിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് വരുന്നുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടോക്കൺസ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെ റാങ്കിങ് ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. പിന്നെ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ടോപ്പ് 10 അല്ലാണ്ട് ഡിസംബർ 2019 ടോപ്പ് 50, കാരണം കഴിഞ്ഞ ബുൾ മാർക്കറ്റ് സമയത്ത് ടോപ്പ് 50 ഉണ്ടായിരുന്ന എത്ര ടോക്കൺ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്, നിങ്ങൾ എത്ര ടോക്കണിന്റെ പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്കറിയില്ല. മാക്സിമൈസ് കോയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻസൈറ്റ് ചെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡിക്രീഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ 35, 36 റാങ്കിൽ ഉണ്ടായിരുന്ന ടോക്കൺസ് ആണ്. പാക്സോസ് നമുക്കറിയാം. ഹെഡ്ജ് ട്രേഡ് കേട്ടിട്ടുണ്ടോ? എനിക്ക് അറിയില്ല. എത്ര പേര് കേട്ടിട്ടുണ്ടോ അറിയാം. നെം കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ഇതെല്ലാം ടോപ്പ് 50 ടോക്കൺ ആണ്. സോ വിച്ച് മീൻസ് ടോപ്പ് 50 ടോക്കൺസ് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണ്, നമ്മൾ ഭയങ്കര റിച്ച് ആവും എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തെറ്റാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴും കുറച്ച് ടോക്കൺസ് മിനിമൽ ആയിട്ട് ഒരു 10 മാക്സിമം ഒരു 10 ടോക്കൺ മാത്രം നിങ്ങൾ നോക്കുക, അതിന്റെ ടെക്നോളജി മനസ്സിലാക്കുക. പിന്നെ അല്ലാണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആസ് യൂഷ്വൽ നമ്മളിപ്പം കറന്റ് മാർക്കറ്റ് ക്യാപ്പിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പെപ്പേക്ക് ഒരു വലിയ ഇതൊന്നും ഇല്ലാത്ത സംഭവം പക്ക ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്ത്തിൽ കയറുന്നതാണ്. സോ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഇതിന്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ. സോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കുക. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ എന്നാലും ഇതിപ്പോ സൂയി നോക്ക്, ഇപ്പൊ ഈ റീസെന്റ് ഈ ഒരു ബിയർ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്ത സാധനം. അപ്പൊ അതിനകത്ത് ടെക്നോളജി കയറുന്നുണ്ട്. മേ ബി ഒരു അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ മേ ബി സൂയി അല്ലെങ്കിൽ ആപ്റ്റോസ് ഏതെങ്കിലും ഒക്കെ മേ ബി ഒരു ടോപ്പ് 10 വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോഴും നിങ്ങൾ ഈ ലൈറ്റ് കോയിൻ പോലുള്ള ആദ്യത്തെ ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ടോപ്പ് 50 ഒരു കോയിനും നമുക്ക് നമ്പിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തും സംഭവിക്കാം. ക്രിപ്റ്റോ മാർക്കറ്റ് ഈസ് ഓൾവേസ് വോളറ്റൈൽ. എന്തും സംഭവിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് എന്ന് അറിയിക്കാനുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള രീതി, റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി, ഓരോ ഓൾട്ടിലും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിന് എക്സിറ്റ് ചെയ്യുക. എല്ലാ ഓൾട്ടിലും കയറി ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ആ ഒരു അണ്ടർലൈങ് അസറ്റ്, അതിൽ ഫ്യൂച്ചർ ഉണ്ട് എന്ന് തോന്നുന്ന ടെക്നോളജി ഉള്ള ടോക്കൺ ആണെങ്കിൽ അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോന്നാകില്ല, പക്ഷെ ആ ഒരു രീതിയിലേക്കാണെങ്കിൽ നമ്മൾ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ ആയിരുന്നു. അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.